6 7 കുടുംബങ്ങളുടെ തട്ടിക്കൂട്ട് സഖ്യമായ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവായ ലാലു പ്രസാദ് യാദവ് പറയുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കുടുംബമില്ലാത്തവനാണെന്ന്. മോദി അതിനൊരു മറുപടി നൽകിയിട്ടുണ്ട്. ഭാരതമാണ് എന്റെ കുടുംബം. ഭാരതത്തിലെ 140 കോടി ജനങ്ങളാണ് എന്റെ കുടുംബാംഗങ്ങൾ. അത് ഭാരതത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു. ബിജെപിയുടെ പുതിയ മുദ്രാവാക്യം മോദി കാ പരിവാർ തരംഗമാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ ടാഗ് ലൈനുകൾ നിറയുന്നു. എതിർക്കും തോറും വളരുന്ന നേതാവാണ് നരേന്ദ്രമോദി. മോദിയെ ഹിറ്റാക്കുന്നതും പ്രതിപക്ഷം തന്നെയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രതിപക്ഷം ഇറക്കുന്ന ആക്ഷേപങ്ങൾ മോദി വലിയ രീതിയിൽ ക്യാമ്പയിനാക്കി ഇന്ത്യ മുഴുവൻ മോദി തരംഗമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നല്ല രണ്ടല്ല പലതവണ ഇത് ആവർത്തിച്ചിട്ടും പ്രതിപക്ഷം പഠിക്കുന്നില്ല. നേരത്തെ കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ മോദിക്ക് ഒരു ചായക്കട ഇട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. സമാജ്വാദി പാർട്ടി നേതാവ് നരേഷ് അഗർവാൾ പറഞ്ഞത് ഒരു ചായക്കടക്കാരന് ഒരിക്കലും പ്രധാനമന്ത്രിയാവാൻ കഴിയില്ല എന്നായിരുന്നു. ഈ പരിഹാസങ്ങളൊക്കെ മോദി മാർക്കറ്റ് ചെയ്തത് ചായ് പേ ചർച്ചയിലൂടെയായിരുന്നു. ഒരു കപ്പ് ചായയിൽ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കുന്നു എന്ന ക്ലീഷേ ഡയലോഗ് വെച്ച് CAG അതായത് സിറ്റിസൺ ഫോർ അക്കൗണ്ടബിൾ ഗവേണൻസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ചായ് പേ ചർച്ച. അതും വലിയ വിജയമായി. ഒട്ടനവധി വ്യക്തികളും സംഘടനകളും ചേർന്നാണ് നരേന്ദ്രമോദിയുടെ വിജയഗാഥ രചിച്ചത്. അക്കൂട്ടത്തിലുള്ള പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് CAG. അടുത്ത പരിഹാസം രാഹുൽ ഗാന്ധിയുടെ സംഭാവനയായിരുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ ചൌക്കിദാർ ചോർഹെ എന്ന് രാഹുൽ ഗാന്ധി മുദ്രാവാക്യം വിളിച്ചു. അത് രാഹുൽ ഗാന്ധി ഇലക്ഷൻ ക്യാമ്പയിൻ ആക്കി. എന്നാൽ ഈ പരിഹാസവും മോദിയും BJPയും നന്നായി ഉപയോഗിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഈ പരിഹാസത്തെ രാജ്യത്തിന്റെ കാവൽക്കാരൻ എന്ന ഫേസിലേക്ക് നരേന്ദ്രമോദിയെ വളർത്തി. ഓരോ തവണയും ഇലക്ഷന് മുന്നേ ഇതുപോലെയുള്ള മണ്ടൻ പരാമർശങ്ങൾ നടത്തി പ്രതിപക്ഷം മോദിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി കേസിലെ പ്രതിയായ ലാലു പ്രസാദ് യാദവ് ആണ് മോദിക്ക് വേണ്ടിയുള്ള പുതിയ ക്യാമ്പയിന്റെ സൃഷ്ടാവ്. മോദിയെ കുടുംബമില്ലാത്തവൻ എന്ന് പരിഹസിക്കാനാണ് ലാലു പ്രസാദ് യാദവ് അത് പറഞ്ഞത്. പക്ഷെ അതിപ്പോൾ അവർക്ക് തന്നെ വിനയായി. മോദി ഈ പരിഹാസത്തിന് നല്ല മറുപടിയും കൊടുത്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ വീടും കുടുംബവും വിട്ട് രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയ ആളാണ് താൻ. രാജ്യത്തിന് വേണ്ടി ജീവിക്കുക എന്ന സ്വപ്നം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. രാജ്യത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. മരിക്കുന്നതും രാജ്യത്തിന് വേണ്ടി തന്നെയാവും. ഇങ്ങനെയായിരുന്നു നരേന്ദ്രമോദിയുടെ മറുപടി. അതോടെ പുതിയ ക്യാമ്പയിൻ തരംഗമായി. മോദി കി പരിവാർ എന്ന ഹാഷ്ടാഗിൽ. ശരിക്കും ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് കുടുംബം ഇല്ലാത്തത് തന്നെയല്ലേ നല്ലത്? കുടുംബം വളർത്താൻ ജനങ്ങളെ ബലിയാടാക്കുന്ന മന്ത്രിമാർ നമ്മുടെ മുന്നിൽ തന്നെ ധാരാളമുണ്ട്. കുടുംബമുണ്ടെങ്കിൽ അടുത്ത അധികാരം മകനോ മകൾക്കോ കൈമാറാൻ പലരെയും വെട്ടിനിരത്തേണ്ടി വരും. പല കടുങ്കയും അതിനുവേണ്ടി ചെയ്യേണ്ടിയും വരും. സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള കുടുംബവാഴ്ച ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും മോദിയെ സംബന്ധിച്ചില്ല. മോദി 24/7 രാജ്യത്തിനായി ജീവിക്കുന്നു. പ്രഥമ സേവകനാണ് താനെന്ന് മോദി എപ്പോഴും പറയാറുണ്ട്. മോദിയെ പരിഹസിച്ച ലാലു പ്രസാദ് യാദവിന്റെ ഇന്ത്യ സഖ്യം അത് കുറെ കുടുംബങ്ങളുടെ ഒരു സഖ്യമാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശയും. കാശ്മീരിലെ മുഫ്തി അബ്ദുള്ള കുടുംബം, നെഹ്റു മുതൽ മക്കൾ രാഷ്ട്രീയം 76 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കുടുംബം, സ്റ്റാലിന്റെ കുടുംബം, ചന്ദ്രശേഖറിന്റെ കുടുംബം, അങ്ങനെ ഒരു കൂട്ടം കുടുംബങ്ങളുടെ ഒരു ഉഡായിപ്പ് സഖ്യമാണിത്. മോദി രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ മക്കൾ രാഷ്ട്രീയം പിന്തുടരുന്നവർ അവരവരുടെ കുടുംബത്തിനെ വളർത്താനും അധികാരം കൈമാറാനും വേണ്ടി പാടുപെടുന്നു. ഇനി മോദിയെ അധിക്ഷേപിച്ച ലാലു പ്രസാദ് യാദവ്. കാലിത്തീറ്റ കുംഭകോണ കേസിൽ വർഷങ്ങളോളം ജയിലിൽ കിടന്ന ഒരു മാന്യ വ്യക്തിയാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം ജയിലിൽ പോയ സമയത്ത് ഭാര്യയായ റാബറി ദേവിയെ മുഖ്യമന്ത്രിയാക്കാനും ലാലു പ്രസാദ് യാദവ് പ്രത്യേകം ശ്രദ്ധിച്ചു. ഇന്ത്യ ഒരുത്തന്റെയും തന്തയുടെ വകയല്ല എന്ന ഡയലോഗ് പ്രതിപക്ഷം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കാം. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ ഇന്ത്യ എനിക്കും എന്റെ കുടുംബത്തിനും ഞാൻ കഴിഞ്ഞാൽ എന്റെ മക്കൾക്കും അധികാരം തുടരാനുള്ളതാണ് എന്ന് കാലാകാലങ്ങളായി ജനങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്നത്.